നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ആലപ്പുഴയിലുണ്ടായ നാടകീയ സംഭവങ്ങളും അതിനെ തുടർന്ന് രൂപപ്പെട്ട നിയമ പോരാട്ടങ്ങളുമൊക്കെ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിലേക്ക് തന്നെയാണ് വഴിതുറന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് നേരെ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസിന്റെ അതുപോലെ KSUവിന്റെ പ്രവർത്തകർ കരിങ്കോടി കാണിച്ച പ്രതിഷേധമാണ് ഈ വലിയ വിവാദങ്ങൾക്കെല്ലാം തുടക്കമിട്ടത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ അന്ന് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഗൺമാന്മാരും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് പ്രതിഷേധക്കാരായ AD തോമസിനെ അടക്കമുള്ളവരെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള പരാതിയിലാണ് ഇപ്പോൾ അടുത്ത നിയമപ്രതിസന്ധിയായി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് തന്നെ മുന്നിൽ വന്നു നിൽക്കുന്നതും. ഈ സംഭവത്തെ അന്നത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ന്യായീകരിക്കുകയും അത് മർദ്ദനമല്ല, മറിച്ച് ബസ്സിന് മുന്നിലേക്ക് ചാടിയ പ്രതിഷേധക്കാരെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനം മാത്രമായിരുന്നു എന്ന് പരസ്യമായി പ്രസ്താവിക്കുകയും ചെയ്തതോടെ വിവാദ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ഇത് മാധ്യമങ്ങളിലും ജനങ്ങൾക്കിടയിലും കടുത്ത ചർച്ചയായി മാറുകയാണ് ഉണ്ടായത്. തുടക്കത്തിൽ പോലീസ് ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വലിയ രീതിയിലുള്ള വിമുഖത കാണിച്ചു എന്നുള്ളത് വലിയ രീതിയിൽ അത് വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ മർദ്ദനമേറ്റ KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നിയമപരമായി മുന്നോട്ട് പോവുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തു. കോടതിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് ആലപ്പുഴ സൗത്ത് പോലീസ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് എടുക്കാൻ ഒടുവിൽ തയ്യാറായത്. കേസ് അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ചെയ്യുകയും ചെയ്തു. തുടക്കത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ വളരെ ലഘുവായ വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരുന്നെങ്കിലും പിന്നീട് അന്വേഷണ സംഘം കോടതിയിൽ കടുത്ത ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തി പുതിയ റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു. അതും VD സതീശൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം മാത്രം. സ്വമേധയാ മാരകായുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക, അന്യായമായി തടഞ്ഞു വെക്കുക തുടങ്ങിയ കടുത്ത കുറ്റങ്ങളാണ് ഇപ്പോൾ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ കേസിൻ്റെ തന്നെ ഗൗരവം അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ വർദ്ധിക്കുന്നുണ്ട്. പുതിയ വകുപ്പുകൾ വന്നതോടെ പ്രതികൾക്ക് മുൻകൂട്ടി യാതൊരുവിധ നോട്ടീസും നൽകാതെ തന്നെ നേരിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള നിയമപരമായ അധികാരം അന്വേഷണ സംഘത്തിന് ലഭിക്കുകയുമുണ്ടായി. ഇതോടെയാണ് കേസിൽ ഏറ്റവും നാടകീയമായ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നതും നാടകീയ തിരിവുകൾ ഉണ്ടാകുന്നതും. ഇവിടെ ഉടൻ അറസ്റ്റ് ഉണ്ടായിരിക്കുമെന്നുള്ള കൃത്യമായ സൂചന ലഭിച്ചതോടെ പ്രതികളായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർ ഒളിവിലാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രതികളായ 5 പേരുടെയും മൊബൈൽ ഫോണുകൾ നിലവിൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണുള്ളതെന്നും പറയപ്പെടുന്നുണ്ട്. പ്രതികൾക്കായി കേരളത്തിന് അകത്തും പുറത്തും അയൽ സംസ്ഥാനങ്ങളിലടക്കം വലിയ തരത്തിലുള്ള ഒരേ സമയം തന്നെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുമുണ്ട്. പോലീസ് ഇങ്ങനെ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും പോലീസ് ഇതുവരെ അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് ആഭ്യന്തര വകുപ്പിന് വലിയ തലവേദനയാക്കുന്നുമുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പ്രതികൾ പോലീസിനെ വെട്ടിച്ച് മുങ്ങിയത് ആലപ്പുഴ ജില്ലാ കോടതിയുടെ വളപ്പിൽ വെച്ചാണെന്നത് അന്വേഷണ സംഘത്തെ പോലും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുമുണ്ട്. കോടതിയിൽ ചില നിയമ നടപടികൾക്കായി എത്തിയ പ്രതികൾ തങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങളും അറസ്റ്റ് സാധ്യതകളും കൃത്യമായി മണത്തെറിഞ്ഞ് അതിവേഗം സ്ഥലം കാലിയാക്കുന്ന അല്ലെങ്കിൽ സ്ഥലം വിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇത്രയും വലിയ സുരക്ഷാ സന്നാഹങ്ങളുള്ള കോടതി വളപ്പിൽ നിന്ന് ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥർ തന്നെ എങ്ങനെ അപ്രത്യക്ഷമായി എന്നത് പോലീസിനെ സംശയത്തിന് നിലയിലാക്കുന്നുമുണ്ട്. മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും പ്രതികളുടെ കൃത്യമായ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലാത്തത് വലിയ വീഴ്ചയായി രാഷ്ട്രീയ എതിരാളികളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അറസ്റ്റ് ഭീഷണി ശക്തമായി നിലനിൽക്കുന്നതിനാൽ കോടതിയിൽ നിന്നും താൽക്കാലിക ആശ്വാസം നേടാനാണ് പ്രതിഭാഗം വക്കീലന്മാർ ഇപ്പോൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി പ്രതിപട്ടികയിലുള്ള അനിൽ കല്ലിയൂർ, S സന്ദീപ് എന്നിവരുൾപ്പെടെയുള്ള 3 പേരുടെ മുൻകൂർ ജാമ്യാപേക്ഷകൾ ഇതിനോടകം തന്നെ ഓൺലൈൻ മുഖേന കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ കോടതിയിൽ അതിശക്തമായി എതിർക്കാനാണ് പ്രോസിക്യൂഷൻ പൂർണ്ണമായും തീരുമാനിച്ചിരിക്കുന്നത്. പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കാതെ ഒളിവിൽ പോയതും നിയമം സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥർ തന്നെ നിയമത്തിൽ നിന്ന് ഒളിച്ചോടിയതും ഇത് ചൂണ്ടിക്കാട്ടി യാതൊരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി വാദിക്കുകയും ചെയ്യും. തങ്ങൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായാണ് പ്രവർത്തിച്ചെന്ന വാദമാകും പ്രതിഭാഗം കോടതിയിൽ പ്രധാനമായും ഉയർത്താൻ സാധ്യതയുള്ളത്. ഡ്യൂട്ടിക്കിടയിലുണ്ടായ സ്വാഭാവിക നടപടി മാത്രമാണെന്ന വാദത്തിലൂടെ രക്ഷപ്പെടാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒളിവിലിരുന്ന് ജാമ്യത്തിനായി നീക്കം നടത്തുന്നത് പ്രോസിക്യൂഷൻ വലിയ ആയുധമാക്കുകയും ചെയ്യും എന്നതിൽ തന്നെ യാതൊരു തർക്കവും വേണ്ട. മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതികളായ കേസിൽ പോലീസ് ഒളിച്ചു കളിക്കുകയാണെന്നുള്ള ആക്ഷേപവും പ്രതിപക്ഷ പാർട്ടികളും പൊതുജനങ്ങളും ഇതിനോടൊപ്പം തന്നെ ശക്തമായി ഉന്നയിക്കുന്നുമുണ്ട്. സ്വന്തം സേനയിലെ ഉദ്യോഗസ്ഥർ തന്നെ പ്രതികളാകുമ്പോൾ പോലീസ് മൃദു സമീപനം സ്വീകരിക്കുന്ന ആക്ഷേപങ്ങൾ കൃത്യമായി മറുപടി നൽകേണ്ട ബാധ്യത ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പിനും അതുപോലെ VD സതീശനുമുണ്ട്. ഈ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിലാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രതികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ ഹാജരാക്കിയില്ല എങ്കിൽ അത് വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കും ക്രമസമാധാന പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നാണ് ആഭ്യന്തര വകുപ്പിന് ഭയപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ അയൽ സംസ്ഥാനങ്ങളിലെ പോലീസ് സഹായത്തോടെ പ്രതികളെ കണ്ടെത്താനുള്ള ഊർജിതമായ നീക്കത്തിലാണ് അന്വേഷണ സംഘവും. മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഒളിവിൽ പോയ സംഭവത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ നാടകീയമായ
തെളിവെടുപ്പുകളും അതുപോലെ തന്നെ വെളിപ്പെടുത്തലുകളും ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഈ കേസ് കേവലം ഒരു സാധാരണ മർദ്ദന കേസ് എന്നതിലെല്ലാം ഉപരിയായി കേരളത്തിലെ ഭരണപ്രതിപക്ഷ കക്ഷികൾ തമ്മിലുള്ള വലിയൊരു അന്തസ്സില്ലാത്ത രാഷ്ട്രീയ പോരാട്ടമായി കൂടി മാറുകയാണ്. പോലീസിന്റെ നിഷ്പക്ഷതയും അതുപോലെ ആഭ്യന്തര വകുപ്പിന്റെ ആത്മാർത്ഥതയും ഈ കേസിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. പ്രതികളായ ഉദ്യോഗസ്ഥർ ഭരണകർത്താക്കളുടെ വിശ്വസ്തരായതിനാൽ അവർക്ക് ഉന്നത തലങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്നുണ്ടോ എന്നുള്ള സംശയവും ശക്തമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ എടുക്കുന്ന തീരുമാനം ഈ കേസിൽ നിർണായകമാവുകയും ചെയ്യും. ജാമ്യം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ പ്രതികൾക്ക് പോലീസിന് മുന്നിൽ കീഴടങ്ങുകയോ അല്ലെങ്കിൽ അറസ്റ്റിലേക്ക് നീങ്ങുകയോ ചെയ്യേണ്ടി വരും. അല്ലാതെ വേറെ വഴികളൊന്നുമില്ല. പൊതുജന മധ്യത്തിൽ പോലീസിന്റെ പ്രതിച്ഛായ വീണ്ടെടുക്കണമെങ്കിൽ പ്രതികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ എത്തിക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ കോടതി നടക്കുന്ന വാദപ്രതിവാദങ്ങളും പോലീസിന്റെ നീക്കങ്ങളും കേരള രാഷ്ട്രീയം അതീവ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നതും. ഈ കേസ് ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ ചർച്ചകളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ യാതൊരു തർക്കമുണ്ട്. കാരണം ഒരു സാധാരണക്കാരനെ ഇങ്ങനെ വളഞ്ഞിട്ട് അതിക്രൂരമായി ആക്രമിക്കുന്ന ഒരു സർക്കാരും ആ സർക്കാരിൻ്റെ പോലീസും ഇത്തരത്തിലാണ് പെരുമാറുന്നതെങ്കിൽ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കണമെന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നുള്ള ചോദ്യം, അതോ അധികാരികൾക്ക് മാത്രം പ്രത്യേക പരിഗണന ലഭിക്കുമെന്നുള്ള ചോദ്യത്തിന് മറുപടിയാകും ഈ കേസിൻ്റെ അന്തിമ വിധി എന്ന് പറയുന്നത്. ആഭ്യന്തര വകുപ്പ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയിലൊന്നായി ഈ കേസ് മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ ഓരോ നീക്കവും പൊതുസമൂഹത്തിൻ്റെ കർശനമായ നിരീക്ഷണത്തിൽ കൂടിയാണ്. കേരളത്തിലെ ജനങ്ങൾ ഈ കേസിനെ നോക്കിക്കാണുന്നത് ഭരണകൂടത്തിൻ്റെ ഭീകരതയായിട്ട് തന്നെയാണ്. ഒരു നിയമവ്യവസ്ഥയെ എത്രത്തോളം ബാധിക്കുന്നെന്ന് കൂടി മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാണത്. ഒരു സാധാരണക്കാരനാണ് ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തിരുന്നുവെങ്കിൽ പോലീസ് ഇത്ര ദിവസം നിഷ്ക്രിയമായി നോക്കിയിരിക്കുമായിരുന്നു, അല്ലെങ്കിൽ നിസ്സാര വകുപ്പുകൾ ചുമത്തി കേസെടുക്കുമായിരുന്നുള്ള ചോദ്യം പോലും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ആദ്യമേ തന്നെ ഉണ്ടായതാണ്. പിന്നീട് VD സതീശൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ആദ്യം എടുത്ത നടപടി എന്ന് പറയുന്നത് ഇവർക്കെതിരെയുള്ള കേസിൻ്റെ പുനരന്വേഷണമാണ്. നിയമപാലകർ തന്നെ നിയമം കയ്യിലെടുക്കുകയും പിന്നീട് അതിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യ സംവിധാനത്തിന് ഒട്ടും യോജിച്ച കാര്യം പോലുമല്ല. പ്രതികൾ എത്ര ഉന്നതരായിരുന്നാലും അവർക്ക് നിയമപരിരക്ഷ നൽകാൻ പോലീസ് ശ്രമിച്ചാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. കാരണം മുൻ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതികളായതുകൊണ്ട് തന്നെ ഈ കേസിന് വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അത് കേവലം ഒരു വ്യക്തിക്കെതിരെയുള്ള അതിക്രമമല്ല, മറിച്ച് ഒരു ഭരണകൂട ഭീകരതയുടെ പ്രതീകമായിട്ടാണ് അന്നത്തെ പ്രതിപക്ഷവും ഇന്നത്തെ ഭരണപക്ഷവും ഇതിനെ ചിത്രീകരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കോടതിയിൽ പ്രോസിക്യൂഷൻ സ്വീകരിക്കുന്ന നിലപാട് സർക്കാരിൻ്റെ ആത്മാർത്ഥതയുടെ അളവുകോലായി മാറുകയും ചെയ്യും. അതായത് പിണറായി സർക്കാർ ഈ വിഷയത്തിൽ എത്രത്തോളം ആത്മാർത്ഥത കാണിച്ചെന്നും ഇപ്പോഴത്തെ VD സതീശൻ സർക്കാർ ഇതിലെടുക്കുന്ന ആത്മാർത്ഥത എത്രത്തോളമാണെന്നും നിലപാട് എത്രത്തോളമാണെന്നും മനസ്സിലാവുകയും ചെയ്യും. പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിച്ചതെങ്കിൽ ഇത്തവണ പരാതിക്കാർക്ക് അനുകൂലമായ നിലപാട് തന്നെയാണ് ഇവിടെ VD സതീശൻ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടെയാണ് ഈ കേസിനെ ഓരോരുത്തരും വീക്ഷിക്കുന്നത്. കാരണം അത്രത്തോളം വലിയ അക്രമവും അതിക്രമവുമാണ് ആ രണ്ട് യുവാക്കൾ നേരിട്ടത്. അതിലൊരാളെന്ന് MLA ആയി മാറിയിരിക്കുകയാണ്, ജനപ്രതിനിധിയാണ്. അതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. കാരണം പൊതുജന മധ്യത്തിലിട്ട് ഒരു കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ ഇത്ര ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രതിഷേധാർഹം തന്നെയാണ്. അതിൽ കൃത്യമായി നിയമ നടപടികൾ ഉണ്ടാവുകയും കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുകയും വേണം.